2018 ഓഗസ്റ്റ് 31 വൈകുന്നേരം ചെന്നൈയിലെ തിരക്കേറിയ തെരുവുകൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. അഭിരാമി എന്ന സ്ത്രീ തന്റെ ഭർത്താവ് വിജയെ കാത്തിരിക്കുന്നു. അദ്ദേഹം വീട്ടിലെത്തേണ്ട സമയമായിട്ടും കാണാതിരുന്നപ്പോൾ അവൾ പരിഭ്രാന്തയായി. സാധാരണയായി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം വീട്ടിലെത്താറുണ്ടെങ്കിലും ഇതുവരെ എത്തിയില്ല. വിഷമത്തോടെ അവൾ ഫോണെടുത്ത് അവനെ വിളിച്ചു. "നീ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഇതുവരെ വീട്ടിലെത്താത്തത്?" ഫോൺ അറ്റൻഡ് ചെയ്ത വിജയുടെ കാതുകളിൽ ആശങ്ക നിറഞ്ഞ അഭിരാമിയുടെ കുറേ ചോദ്യങ്ങളെത്തി. "ഇന്ന് നൈറ്റ് കൂടി വർക്ക് ചെയ്യേണ്ടി വരും. നാളെ രാവിലെ എത്തുമെന്നായിരുന്നു വിജയുടെ മറുപടി. അതോടെ അവൻ കോൾ വേഗത്തിൽ അവസാനിപ്പിച്ചു. ആ വാക്കുകൾ അഭിരാമിയെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി. അന്ന് വെറുമൊരു സാധാരണ ദിവസമായിരുന്നില്ല, വിജയുടെ ജന്മദിനമായിരുന്നു. അന്ന് രാവിലെ അവർ ബർത്ത്ഡേ ചെറുതായൊന്ന് ആഘോഷിച്ചിരുന്നു. അതുമാത്രമല്ല, അഭിരാമി വിജയ്ക്ക് വേണ്ടി മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ആ രാത്രി കടന്നു പോവുകയും വിജയ് വീട്ടിൽ വരാതിരിക്കുകയും ചെയ്തപ്പോൾ അഭിരാമിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പിറ്റേന്ന് രാവിലെ സെപ്റ്റംബർ 1, 2018 രാവിലെ 7 മണിയോടെ വിജയ് രാത്രിയിലെ ഷിഫ്റ്റ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അവൻ തൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ പരിഭ്രാന്തനായി. വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതയാളെ പെട്ടെന്ന് അമ്പരപ്പിച്ചു. ഭാര്യ അഭിരാമിയും കുട്ടികളും എവിടെ പോയിരിക്കാനാണ് സാധ്യത? അയാൾ വേഗം ഫോണെടുത്ത് അവളുടെ നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവനാകെ പരിഭ്രാന്തനാകാൻ തുടങ്ങി. തിടുക്കത്തിൽ വിജയ് തൊട്ടടുത്തുള്ള തൻ്റെ വാടക വീടിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് പോയി. "എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ. നിങ്ങൾ എൻ്റെ ഭാര്യയും കണ്ടോ? നിങ്ങൾക്കെന്തെങ്കിലും അറിയാമോ?" അയാൾ ചോദിച്ചു. "കണ്ടിട്ടില്ല" എന്നായിരുന്നു വീട്ടുടമസ്ഥൻ്റെ മറുപടി. അടുത്തതായി വിജയ് തൻ്റെ ഭാര്യ വീട്ടുകാരെ വിളിച്ചു. "അവൾ കുട്ടികളുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോ?" അയാൾ ചോദിച്ചു. പക്ഷേ അവരുടെയും മറുപടി ഇല്ല എന്ന് തന്നെയായിരുന്നു. അവൾ എന്തിനാണ് ഒരു വാക്കുപോലും പറയാതെ പോയത്? പ്രത്യേകിച്ച് കുട്ടികളെയും കൂട്ടി? വിജയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ ചിന്തയിലാണ്ടു. അവൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു നേരിയ ശബ്ദം കേട്ടു. വീടിനുള്ളിൽ ഒരു സീലിംഗ് ഫാനിൻ്റെ ശബ്ദം. അയാൾ ജനാലയ്ക്കരികിലേക്ക് ഓടിച്ചെന്ന് ചെറിയ വിടവിലൂടെ നോക്കി. ശരിക്കും അകത്ത് ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു. ഭാര്യ അപ്പോഴും അകത്തുണ്ടെന്ന് തന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും അയാൾ കരുതി. അവൻ പലതവണ അവളുടെ പേര് വിളിച്ചു. പക്ഷേ തുടർന്നുള്ള നിശബ്ദത അയാളുടെ മനസ്സ് തളർത്തി. വീടിനുള്ളിൽ നിന്ന് മറുപടി ഒന്നും ലഭിച്ചില്ല. വിജയ് തൻ്റെ വീടിന് പുറത്ത് ആശയക്കുഴപ്പത്തിലും കൂടുതൽ പരിഭ്രാന്തനായും നിന്നു. ഭാര്യ ഫാനിട്ട് പുറത്തു പോയിരിക്കാമെന്ന് അയാൾ കരുതി. പക്ഷേ എന്തോ ഒന്നും ശരിയായി തോന്നിയില്ല. പ്രതികരണമില്ലാതെ കുറച്ചുനേരം കാത്തിരുന്ന ശേഷം അയാൾ ഡോറിൻ്റെ പൂട്ട് തകർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് അയൽക്കാരുടെ സഹായത്തോടെ പൂട്ട് തകർത്ത് അകത്ത് കയറി. അകത്ത് അയാൾ കണ്ടെത്തിയത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. അവിടെ അനങ്ങാതെ കിടക്കുന്ന തൻ്റെ 2 പ്രിയപ്പെട്ട കുട്ടികൾ, താൻ സ്നേഹിച്ച് പരിപാലിച്ച് വളർത്തിയവർ. അയാൾ ആകെ പരിഭ്രാന്തനായി. എന്നാലും പ്രതീക്ഷ കൈവിടാതെ അദ്ദേഹം അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഡോക്ടർ അവരെ പരിശോധിച്ചപ്പോൾ ആ വാർത്ത ഒരു ഇടിമിന്നൽ പോലെ അയാളുടെ മേൽ പതിച്ചു. 2 കുട്ടികളും മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചിരിക്കുന്നു. വിജയുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത്? ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എവിടെ പോയതായിരുന്നു? ഈ ദുരന്തത്തിന് പിന്നിലെ സത്യം എന്തായിരുന്നു? ഈ കഥയുടെ അവസാനമെത്തുമ്പോൾ അത് നിങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിക്കും. കുട്ടികളുടെ മരണവും അഭിരാമിയുടെ തിരോധാനവും തെളിയിക്കുന്ന കേസിൻ്റെ നാൾവഴികളിലൂടെ നമുക്ക് പോകാം. പിൻഡി നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ ആരംഭിക്കുന്നത് 2010 കുണ്ടറത്തൂർ എന്ന പട്ടണത്തിൽ നിന്നുള്ള വിജയ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ ചെന്നൈയിലെത്തി. പഠനത്തിൻ്റെ ഭാഗമായി വടപളനിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പരിശീലനത്തിലായിരുന്നു വിജയ്. അതേ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്ന ഒരു പെൺകുട്ടിയുമായി വിജയ് അടുപ്പത്തിലാവുന്നു. അവളുടെ പേര് അഭിരാമി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം അവരുടെ അടുപ്പം വളർന്ന് അത് വിവാഹത്തിലേക്ക് അടുക്കുന്നു.
ചെറുപ്പത്തിൽ തന്നെ വിജയ്ക്ക് തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരുന്നു. എന്നിരുന്നാലും അഭിരാമിയുടെ മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും കൊണ്ട് ദമ്പതികൾ വിവാഹിതരായി. മാതാപിതാക്കളില്ലാതിരുന്ന വിജയ്ക്ക് അഭിരാമിയെയും അവളിലൂടെ അവളുടെ മാതാപിതാക്കളുടെ സ്നേഹവും കൂടി ലഭിച്ചപ്പോൾ അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വിവാഹശേഷം വിജയും അഭിരാമിയും ചെന്നൈയിലെ കുണ്ടറത്തൂരിൽ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി. വിജയ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിരുന്നെങ്കിലും വിവാഹശേഷം ATM മെഷീനുകൾ നന്നാക്കുന്ന തികച്ചും മെച്ചപ്പെട്ട ഒരു ജോലി അദ്ദേഹം കണ്ടെത്തിയിരുന്നു. തന്റെ ജോലിയിലും വളർന്നുവരുന്ന കുടുംബത്തിലും അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. 2 കുട്ടികളുടെ വരവോടെ വിജയുടെയും അഭിരാമിയുടെയും ജീവിതം കൂടുതൽ മധുരിതമായി. അവരുടെ ചെറിയ കുടുംബം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. അവരുടെ സന്തോഷത്തിന് ഒരു തടസ്സവുമില്ലാതെ അവരുടെ ദിവസങ്ങൾ സമാധാനപരമായി കടന്നുപോയി. പിന്നീട് 2018 ഓഗസ്റ്റ് 31 വിജയുടെ ജന്മദിനം വന്നു. അന്ന് രാവിലെ അവർ വീട്ടിൽ വളരെ ലളിതമായി ആഘോഷിച്ചു. സത്യം പറഞ്ഞാൽ വിജയ് ഒരിക്കലും തന്റെ ജന്മദിനത്തെക്കുറിച്ച് വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. വലിയ ആഘോഷങ്ങൾ നടത്തുന്ന ആളല്ല അദ്ദേഹം. ഇത്തവണ ഭാര്യ അഭിരാമി നിർബന്ധിച്ചതിനാൽ ആഘോഷിക്കാൻ അദ്ദേഹം സമ്മതിച്ചു. അന്ന് രാവിലെ വിജയും അഭിരാമിയും മകനും ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തു. അതേസമയം അവരുടെ മകൾ തന്റെ ചുറ്റുമുള്ള ആഘോഷത്തെക്കുറിച്ചറിയാതെ കട്ടിലിൽ സമാധാനമായി ഉറങ്ങുകയായിരുന്നു. പല കുടുംബങ്ങളിലെയും പോലെ കുട്ടികളുള്ള അഭിരാമി ഒരിക്കൽ ജോലി ചെയ്തിരുന്നതിനാൽ കുട്ടികളെ പരിപാലിക്കുന്നതിനായി ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. കുട്ടികൾ വളർന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ അഭിരാമിക്ക് ധാരാളം ഒഴിവു സമയം. ഈ സമയത്താണ് വിജയ് അവൾക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുന്നത്. അതുവരെ അവൾ മൊബൈൽ ഫോണിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. എന്നാൽ സ്കൂട്ടർ കിട്ടിയപ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുപോലെ തോന്നി. അവൾ കൂടുതൽ തവണ പുറത്തേക്ക് പോകാൻ തുടങ്ങി. വിജയ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അഭിരാമി ഫ്രീ ആയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം അഭിരാമി സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലുമായിരുന്നു ചെലവഴിച്ചിരുന്നത്. തൻ്റെ പഴയ കാലത്തിൽ നിന്ന് പുതിയ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. അവരിൽ ചിലരെ അവൾ നേരിട്ട് കാണാൻ പോലും തുടങ്ങി. ആദ്യം വിജയ് ചിന്തിച്ചു, അവൾ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വീട്ടമ്മയാണ്, അവൾ പുറത്തുപോയി അല്പം ആസ്വദിക്കട്ടെ എന്ന്. എന്നാൽ താമസിയാതെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതായി അയാൾക്ക് തോന്നി. എന്തോ ശരിയല്ലെന്ന് മനസ്സിലാക്കിയ വിജയ് അസ്വസ്ഥനായി അഭിരാമിയെ ശകാരിക്കാൻ തുടങ്ങി. അയാൾ അവളോട് അധികം പുറത്തു പോകരുതെന്ന് പറഞ്ഞു. ചില പരിധികളും അതിരുകളും നിശ്ചയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ആ സമയത്ത് അഭിരാമി ടിക്ടോക്കിൽ വളരെ സജീവമായി. ആപ്പിലെ പതിവ് ഷോർട്സ് വീഡിയോകളിലൂടെ അവൾ നിരവധി പുരുഷന്മാരുമായി ബന്ധപ്പെട്ടു. ഈ പുരുഷന്മാരിൽ ചിലർക്ക് അവളിലേക്ക് ശാരീരികമായി ആകർഷണം തോന്നി. ഒരുപക്ഷെ അഭിരാമിക്കും അവരെക്കുറിച്ച് അതേ രീതിയിൽ തോന്നിയിരിക്കാം. കാലക്രമേണ ശാരീരിക ആകർഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ പരസ്പര ആഗ്രഹങ്ങൾ കൂടുതൽ ശക്തമായി. ഈ വികാരങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു മാർഗമായി അവൾ ഫോണും അതിലൂടെ ടിക്ടോക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിനായി അഭിരാമി ഈ ആഗ്രഹങ്ങൾ പങ്കിടുന്ന കൂടുതൽ പുരുഷന്മാരെ കണ്ടുമുട്ടാൻ തുടങ്ങി. ഒടുവിൽ ശാരീരിക ബന്ധം നടത്തുക എന്ന ഉദ്ദേശത്തോടെ അവൾ ഈ പുരുഷന്മാരെ സന്ദർശിക്കാൻ തുടങ്ങി. അഭിരാമി നിരവധി ടിക്ടോക്ക് വീഡിയോകൾ നിർമ്മിച്ചിരുന്നു. അങ്ങനെ ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവുമായി അഭിരാമി കൂടുതൽ പരിചയത്തിലാകുന്നു. അയാളുടെ പേരാണ് സുന്ദരം. അയാൾ അവളുടെ അതേ പ്രദേശത്ത് താമസിച്ചിരുന്നു. അയാൾ ഒരു ബിരിയാണി കട നടത്തിയിരുന്നു. അഭിരാമി പലപ്പോഴും അവനെ അവിടെ സന്ദർശിക്കുമായിരുന്നു. തുടക്കത്തിൽ അവർ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കാലക്രമേണ ശാരീരിക ബന്ധത്തിലേക്ക് അത് വളർന്നു. അഭിരാമിക്ക് ഇതുപോലൊരു ബന്ധമുണ്ടെന്ന് വിജയ് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം തകർന്നുപോയി. അയാൾ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്, നിനക്ക് 2 കുട്ടികളുണ്ട്. ഈ മോശമായ പെരുമാറ്റം നിർത്തിയേ പറ്റൂ. ഭർത്താവും മാതാപിതാക്കളും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അഭിരാമി ഉപദേശം അവഗണിച്ച് അവളുടെ അപകടകരമായ പാതയിൽ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അഭിരാമി ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അവൾ തന്റെ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് സുന്ദരാമിനൊപ്പം ഇറങ്ങിപ്പോയി. വിജയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സുന്ദരം എവിടെയാണ് താമസിക്കുന്നതെന്ന് അവനറിയാമായിരുന്നു. അതിനാൽ അയാൾ നേരെ ആ വീട്ടിലേക്ക് പോയി അഭിരാമിയെ ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അതൊരു അപേക്ഷയായി മാറി. നിനക്ക് 2 കുട്ടികളുണ്ട്.
കുറഞ്ഞത് അവരെക്കുറിച്ചെങ്കിലും ചിന്തിക്കണം. നീ വീട്ടിലേക്ക് വാ, അവൻ യാചിച്ചു. ഒരു മനുഷ്യന്റെ അവസാന പ്രതീക്ഷയെന്നോണം കുട്ടികളോടും ഭാര്യയോടുമുള്ള സ്നേഹത്തിൽ അവൻ അറിയാതെ അവളുടെ കാലുകൾ പിടിച്ച് യാചിച്ചു. വിജയുടെ കൂടെ അന്ന് അവളുടെ സ്വന്തം മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അവർ അവളെ കഠിനമായി ശകാരിച്ചു. അങ്ങനെ അവളെയും കൊണ്ട് വീണ്ടും അവർ വീട്ടിലേക്ക് മടങ്ങി വന്നു. 2 കുട്ടികളുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്ന ആളുകളുടെ ചോദ്യം അഭിരാമി നിരന്തരം കേട്ടുകൊണ്ടിരുന്നു. കാലക്രമേണ 2 കുട്ടികളുള്ളതാണ് തന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. അപകടകരമായ ഒരാശയം അവളുടെ മനസ്സിൽ വളരാൻ തുടങ്ങി. എനിക്ക് എൻ്റെ സ്വന്തം സന്തോഷം കണ്ടെത്തണം. എനിക്ക് എൻ്റെ സ്വന്തം സുഖങ്ങൾ തേടണം. എൻ്റെ കുട്ടികൾ എൻ്റെ ജീവിതം നയിക്കുന്നതിൽ നിന്ന് എന്നെ തടയരുത്. അവളുടെ 2 കുട്ടികളെ ഒഴിവാക്കാൻ അവളൊരു ഞെട്ടിക്കുന്ന തീരുമാനമെടുത്തു. അവളുടെ ചിന്താഗതി വളരെ വിചിത്രമായിരുന്നു. കുട്ടികളില്ലാതായി കഴിഞ്ഞാൽ വേറെ ഒന്നും എനിക്ക് തടസ്സമാവില്ല. ആരും എന്നെ തടയില്ല. ഈ ഭയാനകമായ പദ്ധതി മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ ജീവിച്ചു. വിഷം അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് അവർ 3 പേരെയും ഒഴിവാക്കണം. അതിനായി അവളൊരു വിഷം കണ്ടെത്തി. ആ വിഷം കിട്ടണമെങ്കിൽ കുറുപ്പടി വേണമായിരുന്നു. ഒരു കുറുപ്പടി ഉപയോഗിച്ച് മാത്രം വാങ്ങാൻ കഴിയുന്ന മരുന്ന്. പക്ഷേ അവൾക്കത് സാധാരണ രീതിയിൽ ലഭിക്കില്ലായിരുന്നു. അതിനുവേണ്ടി ഒരു ഫാർമസിയിലെ ജീവനക്കാരനുമായി അവൾ അടുപ്പത്തിലായി. അഭിരാമി തന്റെ സംസാരവും ശാരീരിക സൗന്ദര്യവും കൊണ്ട് അയാളെ കയ്യിലെടുക്കുന്നു. പിന്നീട് അവിടെ നിന്നും ആ വീര്യം കൂടിയ വിഷം അവൾ കൈവശപ്പെടുത്തി. 2018 ഓഗസ്റ്റ് 30 രാത്രി സമയം. കയ്യിൽ കരുതിയ വിഷം പാലിൽ കലർത്തി 3 ഗ്ലാസുകളിലാക്കി തന്ത്രപൂർവം വിജയ്ക്കും 2 കുട്ടികൾക്കും നൽകാൻ തീരുമാനിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അത് തന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമെന്ന പോലെ അവൾ അവർക്ക് കൈമാറി. പിറ്റേന്ന് രാവിലെ 3 മരിക്കുമെന്ന് കരുതി. അഭിരാമി അവരുടെ മരണത്തിനായി പുലരുവോളം കാത്തിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ അവൾക്ക് നിരാശയായിരുന്നു ഫലം. കാരണം തന്റെ ഭർത്താവ് വിജയും മകൻ അജയും പൂർണ്ണമായും സുഖമായിരിക്കുന്നു. അവർ പതിവ് പ്രഭാത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എന്നാൽ അവളുടെ കൊച്ചുമകളുടെ വായിൽ നുരയും ചുണ്ടുകളിൽ നിന്ന് സ്രവവും ഉണ്ടായിരുന്നു. വിഷം അവളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. കൊച്ചു പെൺകുട്ടി ഉറക്കത്തിൽ മരിച്ചിരിക്കുന്നു. എന്നാൽ തകർന്നു പോവുകയോ കുറ്റബോധം തോന്നുകയോ ചെയ്യുന്നതിനു പകരം അഭിരാമി സത്യം മറച്ചുവെക്കാൻ തീരുമാനിച്ചു. കുട്ടി ഇപ്പോഴും ഉറങ്ങുകയാണെന്ന് നടിച്ച് അവൾ ഭർത്താവിനോടും മകനോടും കള്ളം പറഞ്ഞു. എന്നും ജോലിക്ക് പോകുന്നതിന് മുമ്പ് തന്റെ കുഞ്ഞുമോളെ ചേർത്ത് നിർത്തി ഒരു ഉമ്മ കൊടുക്കാറുണ്ടായിരുന്നു വിജയ്. പക്ഷേ ഒന്നും അറിയാതെ ഇന്നും വിജയ് തന്റെ മോളെ ചേർത്ത് ഒരു ഉമ്മ കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ കൊടും ക്രൂരയായ അഭിരാമി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കുഞ്ഞിനെ ഉണർത്തേണ്ട എന്ന് പറഞ്ഞ് അത് തടഞ്ഞു. ഇത് കേട്ട വിജയ് എന്നാൽ അവൾ സമാധാനമായി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് പോയി. വിജയ് ജോലിക്ക് പോയപ്പോൾ ആദ്യ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട തന്റെ മകനിൽ അഭിരാമി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരിക്കൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവൻ ഇനി ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയരുത് എന്ന് അവൾ സ്വയം ചിന്തിച്ചു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അവൾ അവന് തയ്യാറാക്കിയ പാലിൽ അതിലും ശക്തമായ അളവിൽ വിഷം കലർത്തി അവന് കൊടുത്തു. അത് കുടിച്ചയുടനെ ആൺകുട്ടിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അവൻ കട്ടിലിൽ കിടന്നു. അവൻ ഇനി ഒരിക്കലും ഉണരരുത് എന്ന് അഭിരാമി ചിന്തിച്ചുറപ്പിച്ചു. അതിനായി അവൾ സ്വന്തം മകന്റെ മുകളിൽ കയറി അവന്റെ കഴുത്തിൽ ഒരു തുണി മുറുകെ ചുറ്റി. തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അവനെ ശ്വാസം മുട്ടിച്ചു. മകനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുട്ടി അവന്റെ ജീവന് വേണ്ടിയുള്ള അവസാന ശ്രമം എന്നോണം അവൻ കഠിനമായി കൈകാലുകളിട്ട് അടിക്കാൻ തുടങ്ങി. അത് കിടക്കയിലും മെത്തയിലും പാടുകളും മുറിവുകളും ഉണ്ടാക്കി. അവൻ മരണത്തിന് കീഴടങ്ങി. ആ അവസാന നിമിഷങ്ങളിൽ അവന്റെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നതെന്ന് ഒരാൾക്ക് ഊഹിക്കാവുന്നതേലേ ഉള്ളൂ. അവൻ ഏറ്റവും വിശ്വസിച്ച ഒരേയൊരു വ്യക്തിയായ തന്റെ അമ്മ തന്നെ ഇങ്ങനെ തന്നോട് ചെയ്യുമെന്ന് അവൻ കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. വിജയ് വീട്ടിലേക്ക് മടങ്ങുന്നതിനായി അഭിരാമി കാത്തിരുന്നു. എന്നാൽ അദ്ദേഹം അന്ന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ വിളിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വൈകുന്നതെന്ന്. വിജയ് മറുപടി നൽകി, ഞാനിന്ന് വരില്ല, കുറച്ച് വർക്ക് കൂടുതലുണ്ട്, നൈറ്റ് ഡ്യൂട്ടി ചെയ്യണമെന്ന്. തന്റെ മകനെ കൊന്നതിന് ശേഷവും അഭിരാമി തന്റെ ഭർത്താവിനെ സ്വാഗതം ചെയ്യാനല്ല, മറിച്ച് കൊല്ലാൻ വേണ്ടി വൈകുന്നേരം മുഴുവനും കാത്തിരുന്നു.
അതിനിടയിൽ അവൾ തന്റെ കാമുകനായ സുന്ദരത്തെ പലതവണ വിളിച്ച് ഫോണിലൂടെ അവനോട് സംസാരിച്ചു. ആ ദിവസം വിജയ് വീട്ടിൽ വരുന്നില്ലെന്ന് അഭിരാമി അറിഞ്ഞപ്പോൾ അവൾ വേഗം സുന്ദരത്തെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് അപകടകരമാണെന്ന് സുന്ദരം അവൾക്ക് മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ അവന്റെ അടുത്തേക്ക് വരാൻ ഉപദേശിച്ചു. ഒരു മടിയും കൂടാതെ അഭിരാമി തന്റെ വണ്ടിയെടുത്ത് നേരെ അവനെ കാണാൻ പോയി. അവിടെ നിന്ന് സുന്ദരം അവളെ കോയമ്പേട് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് നാഗർകോവിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ അവളെ കയറ്റിവിടുന്നു. ശാന്തമായ മുഖത്തിനു പിന്നിൽ സത്യം മറച്ചുവെച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ സുന്ദരം വീട്ടിലേക്ക് മടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരുമിച്ച് കേരളത്തിലേക്ക് രക്ഷപ്പെടാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ എല്ലാം തെറ്റി. വിജയ് പോലീസുമായി വിവരങ്ങൾ പങ്കുവച്ചതിനു ശേഷം അവർ സുന്ദരത്തെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അഭിരാമിയുടെ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് അവർ അവളെ നാഗർകോവിലിൽ നിന്ന് കണ്ടെത്തി. അവളെയും അറസ്റ്റ് ചെയ്തു. ഒടുവിൽ അവളെല്ലാം സമ്മതിച്ചു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റൊരു ദാരുണമായ കഥയും കൂടിയുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 2021 സെപ്റ്റംബർ 18 രാത്രി വിവാഹ നിശ്ചയം കഴിഞ്ഞ പ്രസന്ന എന്ന യുവാവ് വിഷമത്തോടെ വീട്ടിലെത്തി. എന്താണ് കാര്യമെന്ന് മാതാപിതാക്കൾ തിരക്കി. പ്രസന്ന ഒരു ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. ഇരു കുടുംബങ്ങളും അംഗീകരിച്ച ഒരു പ്രണയം വിവാഹത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയം എല്ലാവരിലും സന്തോഷത്തിന്റെ പ്രതീക്ഷ നിറച്ചിരുന്നു. എന്നാൽ നിശ്ചയം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വധുവിന്റെ കുടുംബം അപ്രതീക്ഷിതമായി വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ പ്രസന്ന ഒരു നല്ല മനുഷ്യനാണെന്നും കുറവുകളൊന്നുമില്ലെന്നും അവർ പറഞ്ഞു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പ്രസന്നയുടെ കുടുംബത്തിൽ നടന്ന ഒരു ദാരുണ സംഭവം കാരണമാണ് പെണ്ണിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. ഹൃദയം തകർന്ന പ്രസന്ന തന്റെ പ്രതിസുത വധുവിനോട് സംസാരിച്ചു. പക്ഷേ അവൾ മനസ്സ് മാറ്റാൻ വിസമ്മതിച്ചു. സെപ്റ്റംബർ 19 അതിരാവിലെ പ്രസന്ന ആത്മഹത്യ ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ പ്രസന്ന ആരായിരുന്നു? നിഷ്കരുണം തന്റെ മക്കളെ കൊന്ന അഭിരാമിയുടെ സഹോദരനാണ് പ്രസന്ന. അതുകൊണ്ടാണ് വധുവിന്റെ മാതാപിതാക്കൾ ഈ വിവാഹം നിരസിച്ചത്. സഹോദരിയുടെ പ്രവൃത്തികളുടെ നാണക്കേടും വിവാഹാലോചന നിരസിക്കലിന്റെ വേദനയും സഹിക്കാൻ കഴിയാതെ പ്രസന്ന ദാരുണമായി അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഭയാനകമായ കാര്യം സംഭവിക്കുമ്പോൾ അത് ഒരാളിൽ നിന്ന് മാത്രം സംഭവിച്ചതാണെങ്കിൽ പോലും അത് എല്ലാവരെയും വേട്ടയാടുകയും നശിപ്പിക്കുകയും ചെയ്യും. ഒരു വ്യക്തിയുടെ പ്രവൃത്തികൾ ഒരു കുടുംബത്തിലുണ്ടാകുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെ ഈ സംഭവം എടുത്തു കാണിക്കുന്നു. വിശ്വാസവഞ്ചന, സാമൂഹിക സമ്മർദ്ദങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ ദുർബലത എന്നിവ തുറന്നു കാട്ടുന്നു. ഭാര്യ എന്ന പദത്തിന് മാത്രമല്ല മങ്ങലേൽപ്പിച്ചത്. അമ്മയെന്ന പദത്തിനും പെങ്ങളെന്ന പദത്തിനും മകളെന്ന പദത്തിനും എന്തിനുപരി സ്ത്രീ എന്ന പദത്തിന് പോലും അപമാനമായ ഒരു പ്രവൃത്തിയാണ് അഭിരാമി ചെയ്തത്. സ്വന്തം സുഖത്തിനു വേണ്ടി അവൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഏത് ശിക്ഷയ്ക്കും അതീതമാണ്. അവൾക്ക് വേണമെങ്കിൽ സുഖം തേടി പോകാമായിരുന്നു, എല്ലാവരെയും ഉപേക്ഷിച്ച്. പക്ഷേ അവിടെയും അവൾ ദയ കാണിച്ചില്ല. സ്വന്തം മക്കളെയും കൊന്ന് ഭർത്താവിനെയും കൊല്ലാൻ നോക്കിയിട്ടാണ് തന്റെ കാമുകനൊപ്പം ഒളിച്ചോടാൻ ശ്രമിച്ചത്. സ്വന്തം മകളെ കൊന്നതിന് ശേഷം അവൾ കാമുകനുമായി സംസാരിക്കുന്നതും അവളുടെ കോളുകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഒരു കൂസലമില്ലാതെ ഇരുകൂട്ടരും സംസാരിക്കുന്ന ആ കോളുകളും സ്വന്തം മകളെ ഇല്ലാതാക്കിയിട്ട് അടുത്ത കൊലയ്ക്കായി പ്ലാൻ ചെയ്യുന്ന കാമുകന്മാരുടെ സംസാരവുമെല്ലാം കേൾക്കാനിടയുണ്ടായപ്പോൾ അഭിരാമി എന്ന യഥാർത്ഥ ക്രിമിനലിനോട് വളരെ വെറുപ്പാണ് എല്ലാവർക്കും മനസ്സിലുണ്ടായത്. പ്രണയ സാഫല്യത്തിനായി അല്ലെങ്കിൽ സ്വന്തം സുഖം കണ്ടെത്തുന്നതിനായി ഭർത്താവിൻ്റെയോ അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെയോ മക്കളുടെയോ അമ്മയുടെയോ ജീവനുകൾ അപഹരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഒട്ടനവധി കേൾക്കാറുണ്ട്. ഇതുപോലൊരു കഥയാണ് 2022 നമ്മൾ കേട്ടത്. കേരളത്തിൽ നടന്ന കൂടുതൽ സുഖസൗകര്യങ്ങൾ കിട്ടുന്നതിനായി മറ്റു വിവാഹത്തിനു വേണ്ടി സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊല ചെയ്ത ഗ്രീഷ്മയുടെ കഥ. പക്ഷേ കേരളത്തിലെ നിയമവ്യവസ്ഥയുടെ ഇടപെടൽ കൊണ്ടാവാം ഗ്രീഷ്മയുടെ തക്കതായ ശിക്ഷാവിധി കൽപ്പിക്കുകയുണ്ടായി. ആ കൊലപാതകം നടന്നത് 2022 2 വർഷം കൊണ്ട്, അതായത് 2024 കാമുകൻ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരിയായ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2018 അഭിരാമി നടത്തിയ ആ അരുംകൊലയുടെ അവസാന വിധി ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്.
ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ വീഴ്ചയാണോ? അറിയില്ല. ഇതുപോലുള്ള കൊടും കുറ്റവാളികളെ ഇങ്ങനെ ജയിലിൽ കിടത്തി നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഒരു പണിയും ചെയ്യാതെ അവരെ ഇങ്ങനെ വീണ്ടും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്കെന്തു തോന്നുന്നു? കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.